Chalo for Easter with Christ Army. Christ Army, dancing with the mercy of God. Let's join with them. The world is searching for an answer, a ray of hope in a hopeless world. Who can we turn to? Where is our rescue? There is someone, he's the answer. He's the light and he'll light the way. His name is Jesus, and he came to save us. He is the light, 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 light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the world. He is the light, 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 light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the world. The world is searching for an answer, a ray of hope in a hopeless world. Who can we turn to? Where is our rescue? There is someone, he's the answer. He's the light and he'll light the way. His name is Jesus, and he came to save us. He is the light, 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 light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the world. He is the light, 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 light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the light, light, light of the world, and he shines all over the earth, shining bright, bright, bright. He is the light of the world. ഈശോയുടെ കാരുണ്യമാണ് നമ്മുടെ രക്ഷ. ആ രക്ഷയെക്കുറിച്ച് ഇന്ന് ക്രൈസ്റ്റ് ആർമിയൊപ്പം ചിന്തിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്കൊന്ന് കുരിശ് വരച്ച് ആരംഭിച്ചാലോ എന്ന്. ഇന്നലെ നമ്മൾ കുരിശിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചല്ലേ കേട്ടത്. കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ ഇന്നത്തെ ദിവസം എന്നാ? ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ് അല്ലേ? നമ്മുടെ ഈശോ മരിച്ച് ഈശോയെ സംസ്കരിച്ച് നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണെന്ന്. ഇന്നേ ദിവസം നമ്മൾ കാത്തിരിക്കുകയാണ്. എന്ത്? ഈശോ പറഞ്ഞ കാര്യം, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഉത്ഥാനം ചെയ്ത ഈശോയെ സ്വീകരിക്കുവാനുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ദിനമാണ് ദുഃഖ ശനിയാഴ്ച. ഇന്നേ ദിവസം നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? നമ്മൾ ചിലപ്പോൾ ഒരു കുപ്പി കൊണ്ടുപോകും ഇല്ലേ? ചിലർ ഗ്ലോബ് അല്ലെങ്കിൽ ഒരു ക്യാൻഡിലൊക്കെ കൊണ്ടുപോകുന്നു. ഞാൻ ചെറുപ്പം തൊട്ട് കാണാറുണ്ട് അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് കുർബാനയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന അല്ലെ, ദുഃഖ ശനിയാഴ്ചയല്ലേ കൊണ്ടുപോകാറ്? അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാറുണ്ടോ കുപ്പിയൊക്കെ? അന്ന് എന്താ നമ്മൾ ചെയ്യുന്നത്? അന്നത്തെ ദിവസം വെള്ളം ബ്ലെസ് ചെയ്യും. പിന്നെ പുത്തൻ തിരി നമുക്ക്, വെളിച്ചം നമുക്ക് തന്ന് നമ്മളത് വീട്ടിൽ കൊണ്ട് നമ്മുടെ വീട്ടിലും ആ പുതിയ വെളിച്ചം, ആ പുത്തൻ വെളിച്ചം നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രകാശിക്കുന്ന
ദിവസമാണ്. ന്യൂലി ബാപ്റ്റിസം ചെയ്യുന്ന ദിവസം അല്ലേ, കൺവേർട്ടഡ് ആയിട്ട് വരുന്നവർ അന്നേ ദിവസമാണ് മാമോദീസ സ്വീകരിക്കുന്നത്. ബാപ്റ്റിസത്തിൻ്റെ ദിവസമാണ്. അതിൻ്റെ അർത്ഥം ദുഃഖശനി ഒരു കാത്തിരിപ്പിൻ്റെ ദിവസമാണ്, ഒരു പ്രതീക്ഷയുടെ ദിവസമാണ്. ഇറ്റ്സ് എ ഡേ ഓഫ് ഹോപ്പ് അല്ലേ. നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന പ്രത്യാശയോടെ ഉദ്ധാനം ചെയ്ത ഈശോയുടെ ഒരു കാത്തിരിപ്പിൻ്റെ ദിനമാണ് ദുഃഖശനിയാഴ്ച. നമ്മുടെ ജീവിതം ഈശോ പുതുജലം കൊണ്ട് പുതുവെളിച്ചം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദിവസം. അപ്പോൾ ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിലും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. വി ആർ വെയിറ്റിംഗ് ഫോർ ജീസസ്. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ കാത്തിരിപ്പിൻ്റെ സമയത്ത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ലേ, കന്യകമാർ ആർക്ക് വേണ്ടി, ആ 10 കന്യകമാരുടെ ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരാർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? മണവാളിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർ നോക്കുന്നുണ്ട് അവരുടെ കയ്യിൽ ആവശ്യത്തിന് എണ്ണയുണ്ടോ, പിന്നെ എന്താ തിരിയുണ്ടോ, അതെല്ലാം നോക്കുന്നു. ഉറങ്ങാൻ പാടില്ല, ഏത് സമയത്താണ് മണവാളം വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഉണർന്നിരിക്കണമെന്നെല്ലാം അവരുടെ സംസാരം ബൈബിളിൽ നമ്മളതെല്ലാം വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. ഏത് സമയത്താണ് ഈശോ കടന്നു വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ട്, പക്ഷെ പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപാവസ്ഥയിലൊക്കെ പെട്ട് നമ്മൾ എന്തായി തീരും? ഈശോയെ മറന്ന് ജീവിക്കാൻ തുടങ്ങും. ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കൊക്കെ. എങ്ങനെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കൊക്കെ പോകുന്നേ? ചിലപ്പോൾ വീഡിയോ ഗെയിം ആവും അല്ലേ, നമുക്ക് ചിലപ്പോൾ ഓരോ അഡിക്ഷൻസ് ഇല്ലേ. സിസ്റ്റർക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയാം, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നത് മമ്മീനെ പപ്പേനൊന്നും അല്ല, മൊബൈൽ ഫോണാണ്. എന്തിനാ? അവൻ്റെ വീഡിയോ ഗെയിം കളിക്കേണ്ട സമയമാണല്ലേ. കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർ വരെ ഇപ്പം എന്താ, ഫോണിൽ ഗെയിം കളിക്കുക, ക്യാരംസ്, ലൂഡോ അല്ലേ. അതൊരു അഡിക്ഷൻ. അതുപോലെ കാർട്ടൂൺ ഒരു അഡിക്ഷൻ അല്ലേ. നമുക്ക് കാർട്ടൂൺ കണ്ട് ചോറുണ്ണാനല്ലേ ഇഷ്ടം. അങ്ങനെ പല രീതിയിൽ. ഇത് സിസ്റ്റർ പറഞ്ഞ 2 അഡിക്ഷൻ മാത്രം. ഇനി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പല നിങ്ങളുടേതായ ഓരോ പറയില്ലേ, നിങ്ങൾക്ക് വിട്ടുമാറാൻ പറ്റാത്ത ഓരോ അഡിക്ഷൻസ് നിങ്ങൾ പറയും സിസ്റ്ററിനോട്. അപ്പോൾ ഇന്നേ ദിവസം ആ അഡിക്ഷൻ എടുത്തു മാറ്റാനുള്ളൊരു ദിവസമാണ്. നമ്മൾ ബൈബിളിൽ വായിക്കണില്ലേ, ഈശോയെ കല്ലറയിൽ സംസ്കരിച്ചിട്ട് എന്താ അവർ ചെയ്തത്? സംസ്കരിച്ച ശേഷം എന്താ അവർ ചെയ്തത്? ഒരു വലിയ കല്ല് വെച്ചിട്ട് അത് മൂടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ മൂടിയേ? ആ ഉള്ളി കിടക്കുന്ന ആൾ ഉയർക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടക്കരുത്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ആ മൃതശരീരം കട്ടുകൊണ്ട് പോകരുതെന്ന് ഓർത്തിട്ട് അവരെന്ത് ചെയ്തു? കല്ല് വെച്ച് അത് സ്റ്റാമ്പ് സീൽ ചെയ്തു. ഇനി ആ കല്ലെടുത്ത് മാറ്റാൻ ആർക്കും, അത്രയും വലിയ കല്ല് കൊണ്ട് അത് മൂടി വെച്ചു, അടച്ചു. അത് ഇനി തുറക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില കല്ലുകളുണ്ട്. ഇപ്പോൾ സിസ്റ്റർ ആലോചിക്കുമ്പോൾ സിസ്റ്ററിനെ അറിയാം, സിസ്റ്ററുടെ ജീവിതത്തിൽ ചില കല്ലുകൾ ഇങ്ങനെ വെച്ച് സിസ്റ്ററിനെയും എന്ത് ചെയ്ത് നോക്കുക? മൂടി വെച്ച് നോക്കുക. ആ കല്ലെടുത്ത് മാറ്റേണ്ട സമയമാണെന്ന്. ഞാനും കാത്തിരിക്കുക. ആ കല്ലെടുത്ത് മാറ്റിയാൽ മാത്രമേ എൻ്റെ കാത്തിരിപ്പിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. ആ കല്ലെടുത്ത് മാറ്റി, അല്ലെങ്കിൽ ആ നമ്മൾ ആഗ്രഹിക്കുന്ന ആ പ്രത്യാശയിലേക്ക്, ആ ഹോപ്പിലേക്ക്, ആ ലൈറ്റിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ദുഃഖശനിയാഴ്ച എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എന്തൊക്കെ കല്ലുണ്ട്. ചിലപ്പോൾ വെജിറ്റബിൾസ് കഴിക്കില്ല ഞാൻ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം. എല്ലാ ദിവസവും ഞാൻ മമ്മി വെക്കുന്ന ഭക്ഷണം ടിഫിൻ എന്ത് ചെയ്യും? കൊണ്ട് കളയും. ഇതെൻ്റെ ജീവിതത്തിൽ എന്താ? ചെറിയൊരു ഈശോയെ മൂടിയത് എത്ര കല്ല് വെച്ചിട്ടാ? വലിയൊരു കല്ല് വെച്ചിട്ട്. അപ്പം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട എന്നേ ദിവസം എന്നെ ഈ മൂടിയിരിക്കുന്നത്, അതായത് ഞാനാകുന്ന മറ്റുള്ളവർക്ക് പ്രകാശം പരത്തേണ്ട, മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു കൊടുക്കേണ്ട ഈശോയുടെ മകളും മകനുമായ ഞാൻ എന്നെ എത്ര കല്ലുകൊണ്ടാണ് മൂടി വെച്ച് നോക്കണേന്ന് നോക്കണം. നോക്കുമോ നിങ്ങൾ? ഈശോയ്ക്ക് ഒരു കല്ലുകൊണ്ട് മൂടി വെച്ച് നോക്കുമായിരുന്നു, പക്ഷെ നമുക്ക് കുറേ കല്ലുകൾ ഇങ്ങനെ വെച്ച് എന്ത് ചെയ്ത് നോക്കുക? നമ്മളെ മൂടി വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ മൂടി എടുത്ത് മാറ്റണമെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം ഈ കല്ലുകൾ ഏതാന്ന്. പിന്നെ ദുഃഖ വെള്ളിയാഴ്ച തൊട്ട് വരുന്ന ആദ്യ വെള്ളിയാഴ്ച വരെ ആ 8 ദിവസം എന്തിൻ്റെ ദിവസങ്ങളാണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ നിങ്ങൾക്ക്? കരുണയുടെ ദിനങ്ങളാണ് ആ ദിവസങ്ങളൊക്കെ. ഫസ്റ്റ് ഗുഡ് ഫ്രൈഡേ തൊട്ട് വരുന്ന അടുത്ത വെള്ളിയാഴ്ച വരെ 3 മണിക്ക് കരുണയുടെ നൊവേന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത സന്ദേശമാണ്. കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ, ഈ കരുണയുടെ ദിവസങ്ങൾ എന്ത് ചെയ്യുന്നു? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഓരോ കല്ലുകൾ നമ്മളാകുന്ന, നമ്മുടെ പറയില്ലേ, ഈശോ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാൻ നമുക്ക് തടസ്സമായിരിക്കുന്ന ഓരോ കല്ലുകളും ആരെടുത്തു മാറ്റും? ഈശോയുടെ കരുണയാൽ
നമ്മുടെ ആ കല്ലുകൾ നമ്മളെ മൂടി വെച്ച് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ആ കല്ലുകളെല്ലാം എന്തായിപ്പോവും? മാറിപ്പോവും. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും. സിസ്റ്റർ പറയട്ടെ, കുറേ കുഞ്ഞുങ്ങൾ വന്ന് പറയാറുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് എന്നാ, സിസ്റ്റർ പറ്റില്ല, എനിക്കത് മാറാൻ പറ്റില്ല, അല്ലേ? നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നേ? ചില കുഞ്ഞുങ്ങൾക്ക് സിസ്റ്റർ അറിയാം, ഒരു കൊച്ചിന് കരോളിന് പോയി കഴിഞ്ഞാൽ ഏത് വീട്ടിൽ കയറിയാലും അവൻ എന്തെങ്കിലും എടുത്ത് മാറ്റും. എന്ത് ചെയ്യും അവൻ? കരോളിന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്ത് മാറ്റും. അത് അറിയാതെ ചെയ്യുന്നത് ആ കുഞ്ഞ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അവൻ്റെ ഒരു ഇതാണ്, പ്രോബ്ലമാണ്. ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്ത് മാറ്റും. പക്ഷെ ആ കൊച്ചിന് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. പക്ഷെ അവന് പറ്റുന്നുണ്ടോ? മാറാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മാറിപ്പോയി, അല്ലെങ്കിൽ ഒരു തടസ്സം, ബുദ്ധിമുട്ട് മാറിപ്പോയി, നിങ്ങൾക്ക് അതിൽ നിന്ന് ഉയരാനായിട്ട് സാധിച്ചു, മാറാനായിട്ട് സാധിച്ചു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആർക്കെങ്കിലും അതിവിടെ വന്നൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കുണ്ടായ ഒരു ചേഞ്ച്. മോള് വാ, മോള് പറഞ്ഞോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അലീന. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ അനിയനുമാണ് ഉള്ളത്. എനിക്ക് ഈശോ ഏറ്റവും നല്ല അനുഗ്രഹം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇവിടെ വന്നേക്കുന്നത്. എനിക്ക് ഈശോ എല്ലാ സബ്ജക്റ്റ് പഠിക്കാനും നല്ല ബുദ്ധി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാത്സ് പഠിക്കാൻ മാത്രം എനിക്ക് ഇച്ചിരി ടഫായിരുന്നു. ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പം മമ്മി പറയും നന്നായിട്ട് പഠിക്കുന്ന. ഞാൻ പഠിക്കുമായിരുന്നു. പക്ഷെ എക്സാം എഴുതാൻ നേരത്തെ എക്സാം പേപ്പറിൻ്റെ സമയത്ത് എനിക്കെല്ലാം തെറ്റിപ്പോയായിരുന്നു, കൂടുതലെല്ലാം മിസ്റ്റേക്ക് ആവുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ക്രൈസ്റ്റ് ആർമി വന്നത്. ക്രൈസ്റ്റ് ആർമിയിൽ വന്നപ്പം അഡോറേഷൻ്റെ സമയത്ത് സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഈശോനോട് പറയേണ്ടത് അത് ഈശോനോട് പറ, ഈശോ അത് നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന്. ഞാൻ ഈശോനോട് പറഞ്ഞു, ഈശോ എനിക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ ഇഷ്ടമുള്ളതുപോലെ തന്നെ മാത്സ് പഠിക്കാനും എനിക്ക് ഇഷ്ടം തരണമെന്ന്. ഞാൻ വീട്ടിൽ വന്ന 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സ്കൂളിൻ്റെ എക്സാം സ്റ്റാർട്ടായി. അങ്ങനെ മാത്സിൻ്റെ എക്സാമിൻ്റെ അന്ന് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് എക്സാം ഞാൻ എഴുതിയെന്ന്. റിസൾട്ട് വന്നപ്പം നോക്കിയപ്പം എല്ലാ സബ്ജക്റ്റിൻ്റെ അത്ര തന്നെ, എല്ലാ സബ്ജക്റ്റിനേക്കാളും കൂടുതൽ മാർക്കോടെ ഞാൻ പാസ്സായി മാത്സ്. ഈ അവസരത്തിന് ഞാൻ ഈശോനോട് നന്ദി പറയുന്നു. ഈ മോളുടെ സാക്ഷി നിങ്ങൾ കേട്ടോ? നമുക്ക് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തിയാലോ? മോള് പോയി കണ്ടോ? മോള് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ആ ആഗ്രഹം കേട്ട്, അവളുടെ ആ പ്രാർത്ഥന കേട്ട് അവൾക്കത് ചെയ്യാനുള്ള കൃപ കൊടുത്തത് കണ്ടോ? ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും നമ്മൾ ചോദിക്കില്ല. എന്താ വചനം പറയാം? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വചനം നമുക്കറിയാം, പക്ഷെ അത് ജീവിതത്തിൽ അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ. കുറേ വിശുദ്ധരുണ്ട് ഇതുപോലെ. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. വിശുദ്ധ അഗസ്റ്റിനെ അറിയോ നിങ്ങൾ? പാപാവസ്ഥയിൽ ജീവിച്ച് കുറേ തെറ്റുകളൊക്കെ ചെയ്ത് വിശുദ്ധ മോനിക്ക പുണ്യവതി കുറേ വർഷത്തോളം പ്രാർത്ഥിച്ച് മോനിക്ക പുണ്യവതി ആരാ? അപ്പം അറിയാമല്ലേ, ഞാൻ ഓർത്ത് അറിയില്ലാന്ന്. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ അമ്മയാണ് വിശുദ്ധ മോനിക്ക പുണ്യവതി. ഒത്തിരി വർഷം പ്രാർത്ഥിച്ച് ഈ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധൻ വർഷങ്ങൾക്ക് ശേഷം മാനസാന്തരപ്പെടുകയും വേദ പണ്ഡിതനായി കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ബിഷപ്പായി പറയില്ലേ, വൻ കാര്യങ്ങൾ ചെയ്ത ഒരു വലിയ വിശുദ്ധനാണ് ആര്? വിശുദ്ധ അഗസ്തീനോസ്. എപ്പോഴും ഓർക്കണം, നമ്മളായിരിക്കുന്ന അവസ്ഥയല്ല, അതിൽ നിന്നൊരു മാറ്റം വരുമെന്ന് നമ്മൾ വിശ്വസിക്കണം ആദ്യം, അല്ലേ? എല്ലാവർക്കും മാറാനായിട്ട് സാധിക്കും. ഒരു സൈഡുള്ളതുപോലെ ആ സൈഡിൻ്റെ മറുവശം കൂടി ഉണ്ട്. എല്ലാ വ്യക്തിയിലും നന്മയുണ്ട്, എല്ലാ വ്യക്തിയിലും തിന്മയുണ്ട്. നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. എൻ്റെ നന്മ മുൻപിൽ നിൽക്കണോ തിന്മ മുൻപിൽ നിൽക്കണോ? നന്മ മുൻപിൽ നിന്ന് എന്തുണ്ടാവും? കാണുന്നവരൊക്കെ പറയും അവൻ നല്ല മോനാട്ടോ, നല്ല മോളാ, കണ്ടോ ഈശോയുടെ മോനെ പോലെ, അവനെ കണ്ടാൽ തന്നെ ഒരു കൃപയുണ്ട് പറയില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെ? പക്ഷെ തിന്മ നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ നിന്ന് എന്ത് പറയും? ദൈവമേ അതിനെ കണ്ണെടുത്താൽ കണ്ടൂടെ, വയ്യോ ഇത് എവിടെ നിന്ന് വന്നാണോ, അങ്ങനെയല്ലേ പറയാ? എന്തിനാ അതിനെ അങ്ങനെ നമ്മൾ പറയും. കാരണം എന്താ? തിന്മ
ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വിശുദ്ധരെ പോലെ നമുക്കും ഒരു മാനസാന്തരം തരണമേ എന്ന് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, എല്ലാ വിശുദ്ധർക്കും ഒരു പാസ്റ്റ് ലൈഫുണ്ട് അല്ലേ? അതുപോലെ തന്നെ എല്ലാ പാപിക്കും ഒരു ഫ്യൂച്ചറുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാ വിശുദ്ധർക്കും എന്തുണ്ട്? ഒരു പാസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ പാപത്തിൻ്റെ ആയിട്ട് അതുപോലെ എല്ലാ പാപിക്കും എന്തുണ്ട്? ഒരു ഫ്യൂച്ചറുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ഈശോയുടെ ഒപ്പമായിരിക്കണോ അതോ തിന്മയുടെ ഒപ്പമായിരിക്കണോ എന്ന്. നിങ്ങളുടെ മുൻപിൽ രണ്ടും ഉണ്ട്, നിങ്ങൾ വേണം അത് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഹോംവർക്കായിട്ട് നിങ്ങൾ ഓരോരുത്തരും പോയി നിങ്ങളുടെ ആ കല്ലുകൾ ജസ്റ്റ് പറഞ്ഞില്ലേ, എന്താണ് എൻ്റെ ജീവിതത്തിലെ ബ്ലോക്സ്, ഈശോയും ഞാനും അല്ലെങ്കിൽ പ്രത്യാശയിലേക്ക് ഉദ്ധിതനായ ഈശോയെ സ്വീകരിക്കുവാൻ തടസ്സം നിൽക്കുന്ന ഏതൊക്കെ കല്ലുകളാണെന്ന് നിങ്ങളിന്ന് എഴുതി അതെന്ത് ചെയ്യണം? ആ കല്ലുകൾ എഴുതിയിട്ട് അത് ഈശോയ്ക്ക് കൊടുക്കണം. എന്നിട്ട് ഈശോയോട് പറയണം, ഈ കല്ലുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത് കീറിക്കളയണം. എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അടുപ്പിലിട്ട് കത്തിച്ച് കളയണം. അതായത് വിശ്വസിച്ച്, ഈശോ അങ്ങയുടെ കരുണയാൽ എൻ്റെ ഈ കല്ലുകൾ, എൻ്റെ ഈ തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിലെ എടുത്തു മാറ്റണമേ എന്ന് ഇന്ന് നിങ്ങൾ ചെയ്യണം. ചെയ്യുമോ? അപ്പോൾ നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കരുണയാൽ എന്നെ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങയുടെ കരുണയാൽ എന്നെ നിറയ്ക്കണമേ. It's time for reflection. Let's pray with the melodious song. Here at your feet, I lay my past down, my wanderings, all my mistakes down, and I am free. Here at your feet, I lay this day down, not in my strength, but in yours I found all I need. You're all I need. Jesus, Jesus, at your feet, oh, to dwell and never leave. Jesus, Jesus, at your feet, there is nowhere else for me. There is nowhere else for me. Here at your feet, I lay my future down, all of my dreams I give to you now, and I find peace. I find peace. Jesus, Jesus, at your feet, oh, to dwell and never leave. Jesus, Jesus, at your feet, there is nowhere else for me. There is nowhere else for me. Here at your feet, I lay my life down, for you're my King. You're all I want now, and my soul sings. Jesus, Jesus, at your feet, oh, to dwell and never leave. Jesus, Jesus, at your feet,
at your feet. I lay my life down. टुमारो इज ईस्टर। कल फिर से मिलेंगे होली वेल्स में। शुक्रिया।